യു.പി. സ്കൂൾ സിലബസിലെ കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം ഈ 3 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30-നാണ്. പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പ്രധാന സത്യാഗ്രഹ നേതാക്കളാണ് ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ എന്നിവർ. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. റാണി സേതുലക്ഷ്മി ഭായിക്ക് തിരുവനന്തപുരത്ത് നിവേദനം നൽകിയതും മന്നത്ത് പത്മനാഭനാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനാഡ സമ്മേളനമാണ്. പ്രമേയം പാസാവാൻ മുൻകൈയെടുത്തത് ടി.കെ. മാധവനാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം പെരിയോർ എന്ന പേരിലും അറിയപ്പെടുന്നു. പുരട്ചി, വിരുധലൈ എന്നീ വാരികകളുടെ സ്ഥാപകൻ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. ഇ.വി. രാമസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണെങ്കിൽ അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലനാണ്. മദിരാശി ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നത് 1947-ലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണൻ അല്ലാത്ത വ്യക്തിയാണ് P. കൃഷ്ണപിള്ള. ക്ഷേത്രത്തിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചത് കെ. കേളപ്പനാണ്. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം. വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി. രാജഗോപാലാചാരിയാണ്. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20-നാണ് പുറപ്പെടുവിച്ചത് A.K. ഗോപാലനാണ്. കൊച്ചി ഗവൺമെൻറ് എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് 1948 ഏപ്രിലിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.